ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് കുറച്ച് അഡ്വഞ്ചർ പരിപാടികൾ കാണിക്കാനായിട്ട് പോവുകയാണ്. ഇതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയും കൊണ്ട് ഒരു ദിവസം വന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സ്കൂട്ടി ഓടിച്ചങ്ങോട്ട് ഫലിപ്പിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. കാരണം വണ്ടി താന്നു പോയായിരുന്നു, ഫുള്ള് ചെളിയായതുകൊണ്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ എക്സ്പൾസിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ കുറച്ചിപ്പം വൃത്തിയാക്കിയിട്ട്, നേരത്തെ വന്നപ്പോഴത്തേന് ഇവിടെ മറ്റേ റബ്ബറും തോട്ടമൊക്കെ അല്ലായിരുന്നോ, അതൊക്കെ മാറ്റി ഇടിച്ച് നിരപ്പാക്കി അച്ഛനെ പണിഞ്ഞതൊക്കെ ഫുള്ള് ഒരു ഗ്രൗണ്ട് സെറ്റപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടത്തിലോട്ട് ഇറങ്ങാം. ആളിന് എന്തൊരു തോന്നുന്നു, ഓടുകയില്ലേ? സിമ്പിളായിട്ട് ഓടും. കണ്ടത്തിലായോണ്ട് കേട്ടോ GS ഒന്നും ഇല്ലാത്തത്. ഞാൻ അവിടെ പോയിക്കട്ടെ, അവിടെ പോയിക്കട്ടെ. ഇവിടെ ഞാൻ ജമ്പ് ചെയ്യാൻ പോവാ. ഓക്കെ, അവിടെ നിന്ന് ഒരു സ്ലോ മോഷൻ നടക്കട്ടെ. ജമ്പർ ബൈ. ഇപ്പൊ ഇവിടെ ചെളിയില്ലേ, ഞാൻ സുഖമായിട്ട് പോകും. കിട്ടി ഞാൻ മേളീന്ന് എടുക്കാവേ. ഇല്ല, സ്കൂട്ടി എടുത്ത് പൊക്കി വെച്ചതിന് വിട്ട് ഇത് പൊക്കിയെടുപ്പ് നടക്കത്തില്ല കേട്ടോ. ഇത് എനിക്ക് വയ്യളിയാ. അളി എന്തോന്ന് ചേച്ചി, നേരെ ഇരുന്നോളൂ അല്ലേ? വീട് സ്ലോ മോഷനിലൊക്കെ വീഴുന്നേ. നല്ല രസമുണ്ട് മണ്ടേ കൂടെ നടക്കാൻ. രസമുണ്ടല്ലേ? വണ്ടി ഇവിടെ മറിഞ്ഞു കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ചെളിയില്ലായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവഴി ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇവിടെ പുതയിലുണ്ടായിരുന്നു കേട്ടോ. വണ്ടി കിടക്കുന്നതൊക്കെ രസമുണ്ടല്ലേ? അല്ലേ, നമ്മ കണ്ടം അത് നോക്കിയാ ഏതാ വൈബ്. വണ്ടി പൊക്കി തെള്ളി മാറ്റി വെച്ചേട്ടാ. വേണ്ട, ഇവിടെ ഒരു പടുകുഴിയായി പോയി. നോക്ക്, ചെരുപ്പില്ല. അച്ഛനില്ലിയാ അച്ഛനളിയാ പോയത്. ഓ, വരുന്ന അച്ഛൻ. വരുന്നാ വാ. ഓഹോ, ഇറങ്ങി മറിഞ്ഞു വീണ്. ചുമ്മാ അച്ഛൻ വരുന്ന കേട്ടോ. അച്ഛന് വേണമെങ്കിൽ ഒരു റൗണ്ട് കൊടുക്കുക. കണ്ടത്തി കിടന്ന് വരകട്ടെ. ഇല്ലല്ലേ, പെട്ടാ നമ്മൾ തന്നെ വലിച്ചു ഊറണം. എനിക്ക് വയ്യ. അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ വരുന്ന വരവ് കണ്ട് പിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടത്. കമോൺ പിച്ച് സെറ്റായിട്ട് കിടക്കുക. അവിടെ ഉണ്ട് ഒരു കിണറാണ്ടുണ്ട് ആ സൈഡില്. രസമാ, നോക്കുന്ന ഒരു റൗണ്ട് ഓടിക്ക്. ഇവിടെ ഒന്നും കുഴപ്പമില്ല ചാ. അങ്ങേ സൈഡിലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടാ നേരെ പോയത് അങ്ങായിരുന്നു ആദ്യം. അങ്ങാ കണ്ടത് കണ്ട ചെളി കണ്ടില്ലേ? അങ്ങ് ഇറങ്ങി. അച്ഛൻ്റെ നിക്കർ വിട്ടുണ്ടോ നിൽക്കും. ഒരു റൗണ്ട് ഓടി. അങ്ങ് അറ്റത്തോട്ട് പോവായിരുന്നു മതി. ആ മരം കണ്ട, അവിടെ ഭയങ്കര പൊതയില. ഇവിടെയൊക്കെ കുഴപ്പമില്ല. അടുത്ത അച്ഛൻ്റെ കലാപരിപാടി ആയിട്ടോ. റെഡി? ഇവിടുന്ന് ജമ്പ് ചെയ്ത് അങ്ങ് തോട്ടി പോകും. വെള്ളവും കുറവാ. അതെന്തിനാ പറ്റിയച്ചാൽ അത് കേടായി പോയി. ഇപ്പോഴേ സ്വിച്ച് കംപ്ലൈൻറ്റ് ഇല്ല. ന്യൂട്രൽ ഇട്ടാലേ ഇപ്പോൾ വർക്ക് ആവുന്നുള്ളൂ. ഇനി അടിച്ചേ. അവിടെ അത് ഭയങ്കര പൊക്കമാണ് കേട്ടാ. സൂക്ഷിച്ച്. ഓഹോ, അങ്ങ് അത് കുഴിയാവിട തീർന്ന്. ഓ സീൻ. അത് കൊള്ളാം.
മാത്രമേ നനയുന്നുണ്ടല്ലോ. തീർന്ന് 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 അത്രേ ഉള്ളു തിന്ന്. പക്ഷേ ഉണ്ടല്ലേ നിർത്താതെ സ്പീഡ് ഓടിച്ചോണ്ട് പോവുകയാണെങ്കിൽ കിട്ടും. കഴിഞ്ഞ് ആ പോട്ട് 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 പോട്ട്. ഓ ചെളി നിറയ്ക്കുന്നു തലയിൽ. നേരത്തെ തുളിക്കാത്തേ ഉള്ളു. അവിടെ ഇരുന്നു. ചെളിക്കകത്ത് കുടുംബപ്പോഴാ രസമല്ലേ? അത് തീർന്ന് കേറി വരുമല്ലേ? കേറി വരുമല്ലേ? അഡ്രിനാലി ഹൈപ്പായി. പോലെ നോക്ക് കയ്യിലൊക്കെ സീനായി കേട്ടോ. വണ്ടി മൊത്തം ചെളി അടിച്ചു കയറി. അത് വേണ്ട. പറ്റുവച്ചാ ഇവിടുത്തെ ചെറിയൊരു സ്ലോപ്പ് അടിച്ചാൽ മതി. ചാച്ച ചാടി കാണിക്കും. എനിക്ക് ആദ്യം അച്ഛൻ ചാടി കാണിച്ചാൽ ഓരോ സീനായിരുന്നില്ലേ? രസമുണ്ടായിരുന്നു, നല്ല രസം കേട്ടാ. പക്ഷെ ചെളിക്കകത്ത് വരുമ്പോഴാണ് സൂപ്പറല്ലേ. എനിക്ക് ട്രാക്ക് ഓടിക്കുന്നതിനെക്കാട്ടി സെറ്റ് കണ്ടെത്തി ഓടിക്കാൻ ഒരു ലെവല് കേട്ടോ, പൊളി. ഇതുവരെ ഓക്കെ. ഇനി നടക്ക പോறது യുദ്ധം. സൂര്യ അസ്തമിച്ച് ഇരുട്ടിന്റെ വക്കത്തി. എന്നാലും കാണികളൊക്കെ ഉണ്ട്. അളിനെന്തോ തോന്നുന്നു. A few minutes later. ആരാ പറഞ്ഞ വണ്ടി തോട്ടി വരൂലെന്ന്? വണ്ടി തോട്ടി എത്തി. സത്യോ അച്ഛൻ പോയതാ, ഞാൻ വിളിച്ചു വരുത്തിയതാ. വാച്ച അമ്മക്ക് ഇവിടെ റൈഡ് കിടത്തത്. എന്തോ കാണിക്കുന്ന ഞാൻ വണ്ടി മാറ്റിയില്ലേ പൊക്ക്. എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ പിടിച്ചേക്കാം. അച്ഛനായിരുന്നു കേട്ടോ സ്റ്റണ്ടർ. അച്ഛൻ കുഴപ്പമൊന്നുമില്ലല്ലേ? അച്ഛനൊന്നും പറ്റില്ല. അച്ഛൻ ചാടി. അച്ഛൻ വണ്ടി കളഞ്ഞിട്ട് ചാടി. ബൈക്ക് നേരെ തോട്ടി. വണ്ടിയുടെ ഗിയറൊക്കെ വളഞ്ഞു കേട്ടോ മൊത്തം. ഇതങ്ങ് വളഞ്ഞാണ്. ഈശ്വരാ എന്തോ പറയാലോ എന്ന് പറയാം. എൻ്റെ ബൈക്ക് ഞാൻ പേടിച്ചു പോട്ടെ. ഞാൻ ഇപ്പൊ ചിരിക്കാൻ ഞാൻ സീരിയസ് ആയിട്ട് പേടിച്ചു പോയി. സോറി, അതറിയാം. ഗിയർ വളഞ്ഞു പോയിട്ടെ, ഇടാ പയ്യ. എനിക്കാണ് ചിരിയും വരുന്നത്, സങ്കടവും ഉണ്ട്. എനിക്ക് എന്തിന്റെ കഴമായിരുന്നു ഇങ്ങോട്ട് വരാ. ഇതുകൊണ്ട് ഒടുക്കത്തൊരു ഐഡിയ ആയിപ്പോയി. മറക്കരുത് വെച്ചാ
അച്ഛൻ്റെ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു സ്പീഡിൽ പൊക്കൂന്ന് ഞാനും അത്ര സ്പീഡിൽ പോകുന്നു വിചാരിച്ചില്ല. ഞാൻ ഇല്ല മീൻസ് ഒരു കൺട്രോൾ ചെയ്ത് പെതുക്കെ അങ്ങനെ കയറ്റാൻ ഞാൻ ഉദ്ദേശിച്ചു. അച്ഛൻ വന്ന സ്പീഡിൽ തന്നെ പോകുന്നു ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് മറ്റേ ജമ്പ് ഓർമ്മ വന്നാ അത് വെച്ചോണ്ടാ അതാ പണിയിട്ട് കറക്റ്റ് അതേ ഹൈറ്റാന്ന് തോന്നുന്നു ഇതില് ഇല്ലേ ഒരു കമ്പി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് പൊക്കി പിടിക്കുമോ ഞാൻ ഇത് മടക്കാൻ നോക്കാം. അല്ല കമ്പ് വെച്ച് ഇപ്പൊ ഗിയർ ഇടാൻ വയ്യ. കമ്പ് വെച്ച് നോക്കി സ്റ്റമ്പും വളഞ്ഞു ഫ്രണ്ടിൽ കമ്പ് വെച്ച് നോക്കാൻ ഇത് മടക്കാം. നമ്പർ പ്ലേറ്റൊക്കെ തവിടായി. അല്ലോ എടാ ജമ്പ് അങ്ങനെ ഉണ്ടായിരുന്നാ? അപ്പൊ ഇത് മടങ്ങി സൂപ്പർ ആയിരുന്നല്ലേ? ഇഷ്ടപ്പെട്ട് തോട്ടി ജമ്പ് തോട്ടി ഇറക്കിയിരുന്ന നീ ഇങ്ങനെ പറയാൻ കൊള്ളാമോ? വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ വന്നറേ എന്തോ നല്ല രീതിക്ക് വണ്ടിക്ക് ഡാമേജ് പറ്റിയിട്ടാ. അല്ലച്ചാ വേണ്ട ഈ കവർ കൂട്ടി എഞ്ചിൻ കവർ കൂട്ടി എഞ്ചിൻ കവർ കൂട്ടി. അത് കല്ലി അടിച്ച കേട്ടോ, ഡയറക്റ്റ് ഒന്ന് കല്ലി അടിച്ചേ. എഞ്ചിൻ കവർ കൂട്ടി ആ ഭാഗം ഒന്ന് കല്ലി അടിച്ചേ. നല്ല രീതിക്ക് വരുന്ന കേട്ടോ. ഈ സ്റ്റമ്പ് ഒക്കെ വളഞ്ഞു തോന്നുന്നുണ്ട്. സ്റ്റമ്പ് വളഞ്ഞു സ്റ്റമ്പ് വളഞ്ഞു സ്റ്റമ്പ് അല്ലല്ല അളിന് തോന്നുന്നത് അല്ല. ഇപ്പൊ എന്റെ വണ്ടി പണി സീസൺ കേട്ടോ. എല്ലാ വണ്ടിയും എന്റെ പണിയായിട്ടുണ്ട്. നമുക്ക് തെള്ളി കരക്കേറ്റി വെക്കാം. ക്ലച്ച് കിട്ടും. ഹേ ഗൈസ്, അപ്പോൾ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ച കേട്ടോ. ഫുള്ള് പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ട് വെച്ചപ്പോഴത്തേനുണ്ടോ ഓയിൽ മൊത്തം ഫുള്ള് ലീക്കായി പൊട്ടിപ്പോയി. വേണ്ട ഓയിൽ വീണുകൊണ്ടിരിക്കുക. എൻജിൻ കവർ പൊട്ടി. അപ്പോൾ അതിൻ്റെ ഓയിൽ മൊത്തം തീർന്നു. ഇനി ഓടത്തില്ല എന്തായാലും വണ്ടി. പിന്നെ ഹാൻഡിൽ വളഞ്ഞ് ഫ്രണ്ട് ഷോക്കെല്ലാം വളഞ്ഞ്. പിന്നെ ഗിയറും മാറത്തില്ല. ഫസ്റ്റ് ഗിയറിലെ ഞാൻ ഓടിച്ചിട്ട് വല്ലച്ചാതി ഫുള്ള് വളഞ്ഞ്. അച്ഛനെ പറഞ്ഞ് വീട്ടിൽ കിട്ടും കേട്ടോ. ഞാൻ പേടിച്ചു പോയി, ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അളിയൻ പേടിച്ച സാധാരണ ബൈക്കിൽ ചെയ്യുമ്പോഴത്തേന് ഹെൽമെറ്റ് വെക്കും. ഞാൻ പിന്നെ കണ്ടത്തിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും എടുക്കാൻ ഒന്നും വീടൊന്നും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മ വല്ലാത്തൊരു ബൈക്ക്. ഞാൻ ചോദിച്ചു വയലിൽ ജേസി കൊണ്ട് തൊളിയോരം. ഞാൻ തിരുന്ന് തൊളിയോരൊക്കെയായിരുന്നു. എന്റെ കിളി അങ്ങ് പോയി. എന്റെ അങ്ങ് തോട്ടിപ്പോയില്ലേ? തോട്ടിപ്പോയി. എന്തായാലും വീണ അച്ഛ ഭാഗ്യത്തിനെ നിരങ്ങി പോച്ചപ്പുറത്ത് വീണിട്ട് അങ്ങനെയാണ് അച്ഛൻ ഡയറക്റ്റ് പോയില്ല. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എന്തോ പാച്ചുണ്ടച്ച. ഞാൻ കണ്ടത്തിലായാണ് ഹെൽമെറ്റ് അതൊന്നും എടുക്കാറില്ല. നമ്മള് ട്രാക്കിൽ പോകുമ്പോഴത്തേന് ഹെൽമെറ്റ് ഒക്കെ വെക്കും. അമ്മ അച്ഛൻ പോയതാ. എനിക്ക് അതുപോലൊരു ഇതില്ലായിരുന്നു. അച്ഛൻ പോയതാ. അച്ഛനെ ഞാൻ ഫോൺ വിളിച്ച് വരുത്തിച്ചതാ അച്ഛനെ. കാലൊന്നും പറഞ്ഞില്ലല്ലേ? പുറമേനുണ്ട അച്ഛൻ എന്നിട്ട് പറയണല്ലോ എൻ്റെ അടുത്ത്, വണ്ടി ഇവിടെ തോട്ടി മറിഞ്ഞ് ഡബിൾ ആയിട്ട് കിടക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാ, ആൾക്കാർ ഇത് പോവാ നടക്കണത്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ട് പോക്കാൻ പോലും അത് ഗിയറൊക്കെ ഫുൾ ഇങ്ങനെ തിരിഞ്ഞു പോയി. എന്തിനും ശരിയാക്കാം. അച്ഛൻ പറയല്ലേ ഞാൻ എന്റെ പ്രായമെങ്കിലും നോക്കണമായിരുന്നു. അതിപ്പോ കുഴപ്പമില്ല. അതൊക്കെ വണ്ടിയൊക്കെ ആകുമ്പോ തട്ടയും മുട്ടയും ഇടിക്കുകയൊക്കെ ചെയ്യും. അവിടുത്തെ ജമ്പിങ് ഓർമ്മ എനിക്ക് തോന്നി. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, പക്ഷേ ഞാൻ കേറി. പക്ഷേ അങ്ങ് എന്നിട്ട് അവിടെ നിർത്താൻ നോക്കും. പക്ഷെ നിക്കുന്നില്ല. ജമ്പ് ചെയ്ത് ആ പോച്ചലായി നിരങ്ങി അച്ഛൻ വീണിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേന് അച്ഛൻ എണീറ്റ് നിക്കുവോ. അച്ഛന് കുഴപ്പമില്ല. അച്ഛൻ എണീറ്റ് വണ്ടി അവിടെ കിടപ്പുണ്ട്. വണ്ടി അവരെ ഞാൻ ചെന്ന് തറയെ ഇരുന്നിട്ടാണ് വണ്ടി വീഴുന്നത്. ഞാൻ വണ്ടി എപ്പോഴാ വിട്ട് എന്റെ നിക്കറും ഞാൻ അവിടെ അതല്ല വിറ്റ്. ഞാൻ ഈ ആക്രിക്കോലത്തി അവിടെ നിൽക്കുക. ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. എന്റെ കയ്യിൽ ഫോണും ഇല്ല. ഞാൻ ഒരു അങ്ങേരെ ഫോൺ വിളിച്ചിട്ട് ആളിങ്ങനെ വിളിച്ചോണ്ട് വന്നു. നീ വണ്ടി അവിടെ ആളുണ്ടായിരുന്ന ഇല്ല, വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ച വണ്ടി. ഇനി തിങ്കളാഴ്ച വന്ന് നോക്കും. എഞ്ചിൻ കവർ കൂട്ടി മൊത്തം ഓയില് ഫുള്ള് പോയി. ഭാഗ്യത്തിന് അപ്പം എടുത്തോണ്ട് പോയ കാര്യമല്ല, അവിടെ ഇരുന്ന് ഓയില് പോയ. ഓയില് പോയച്ചാ അല്ലെ പിന്നെ ഓടൂല വണ്ടി. എഡിറ്റും ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇവിടുന്ന് വീഡിയോ അപ്പ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് വണ്ടി എടുത്തൊന്ന് പോവാന്ന് വിചാരിച്ചത്. ഞാൻ ജസ്റ്റ് കണ്ടെത്തി പോയെന്ന് ചുമ്മാ ഒന്ന് ഞാൻ 2 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരായിരുന്നത്. അപ്പോഴത്തേനും അച്ഛൻ അങ്ങോട്ട് പോകണ്ട. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ച് അച്ഛനോട് ഓടിക്കിട്ടെന്ന് വിചാരിച്ചു 2 റൗണ്ട്.
വൈലി നമ്മള് ഓടിച്ച് ബൈക്കൊക്കെ ഓടിച്ച് ആൾക്കാരും ഉണ്ടായിരുന്നില്ലേ? ക്രൗഡൊക്കെ ആയായിരുന്നു. ഓടിച്ച് സൗണ്ടൊക്കെ ആയല്ല ബോഡി ഇതായപ്പോൾ ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. പിന്നെ അച്ഛൻ തോട്ടി പോയപ്പോഴും എല്ലാരും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞ് കൊച്ചു തോടക്കുന്നത് ചെല്ലായി. പക്ഷെ നല്ല ജമ്പായിരുന്നു കേട്ടോ അത്. ഒരു ആ സ്പീഡുണ്ടല്ലോ, സൂപ്പർ സ്പീഡായിരുന്നു. ഈ ഫാനായി പോയി പുല്ലിയെ. ഫാനല്ലോ ഉണ്ട് എവിടെയെങ്കിലും. പ്രശ്നമൊന്നും പറ്റിയില്ല കേട്ടാ. ചെല്ലായി പിന്നെ ഇങ്ങനെ നിൽക്കാൻ പോലല്ലേ. അത് ശരിയാ. വന്നു കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഇല്ലായിരുന്നു. ഫസ്റ്റ് പക്ഷെ അച്ഛൻ്റെ റൈഡ് സൂപ്പർ ആയിരുന്നു. എനിക്ക് അത് കണ്ടിട്ടാണ് ഹരം കൊണ്ടത്. വന്ന് ചെളിയൊക്കെ കറക്കി എന്തോ പോക്ക. പിന്നെ അങ്ങനെ ആള് കൂടി. ആ ആളൊക്കെ വന്നു ഇവിടെ. ആ റൈഡ് കാണാ കട്ടത്തിൽ തോടിയത്. പിന്നെ തോട്ടി വീഴുന്നപ്പോഴെല്ലാരും വന്ന് അവസാനം എല്ലാ വിലയും കൊണ്ട് കളഞ്ഞില്ലേ? അച്ഛൻ്റെ പറയണല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാ. എങ്ങനെ പോവാ, വണ്ടി കിടക്കുന്നുണ്ടോ. അച്ഛന്റെ ഫോണ് ചെളിക്കകത്ത് വീട്. ചെളിന്ന് ഫോൺ എടുത്തിട്ട് തോട്ടിയിട്ട് കണ്ട വെള്ളത്തിൽ വെള്ളം മൊത്തം വെള്ളത്തിട്ട കോഴി അച്ഛന്റെ കിളി പോയി. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? വെള്ളം കയറിയാന്നറിയാം. ഇവിടെ നിന്ന് ഊതി കളഞ്ഞ് എന്നിട്ട് ഓണാക്കി. അല്ലെ കട കൊണ്ട് വിടും. അത് ഷോർട്ടാവും അത് ചിലപ്പോ. ഇല്ല കുഴപ്പമില്ല തോന്നുന്നു. പ്രശ്നമൊന്നുമില്ല കേട്ടോ. തോട്ടി ഞാൻ വന്നത് ഞാൻ JCB കൊണ്ടില്ല. അതിലിപ്പോ ഞാൻ ചെറിയ തൊളിയോരൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛനെ കൂടുതൽ. പക്ഷെ എനിക്ക് എന്തോ തോന്നിയായിരുന്നു ലാസ്റ്റിലോട്ട് അച്ഛൻ എടുത്തപ്പോ. ഞാൻ പറഞ്ഞില്ലേ ഇതെന്തിനോ ആന്ന്. ആദ്യത്തെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്തിനോ ആന്ന് വിചാരിച്ചു. ഇതിന്റെ അച്ഛൻ ഇപ്പോഴും തോട്ടിരിക്കുന്നേ ഉള്ളു. അച്ഛനെ വീണ്ടും കേറി പറയാ ഈ തോട് ഞാൻ ഇനി ഒരിക്കലും പറക്കൂലത്. അളിയെ തിരിച്ചത് പറയണത് തോണ്ട ഒരു നെഗറ്റീവ് തവണ തോട്ടിന്റെ അകത്ത് അവിടെ വന്നപ്പോഴും ഒരുമാതിരി തോന്നുന്നു. എനിക്ക് നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ. ഇനി അവിടെ പോയിരിക്കുന്നത് ഓർമ്മ വരും. നമ്മൾ ഇവിടുത്തെ ഈ തോടിന് എത്ര പൊക്കമുണ്ടോ? അതിന്നുണ്ട് ഹൈറ്റ് ഉണ്ടമ്മ. നല്ല ഹൈറ്റ് ചെയ്താ ഇതിലെ ബൈക്കാണ് ഫ്രണ്ടൊക്കെ പോയാ. ബോട്ടിലായിട്ട് വലിയ വിഷയം സീനില്ല. തൊളി ഉറക്കമായിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞല്ല ഞാൻ അവന്മാരുടെ വയലിൽ പോയത്, തോട്ടി പോയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും തൊളി അവന്മാരെന്തേ? അവന്മാര് വണ്ടി കൊണ്ട് വർഷാപ്പിൽ പോയി. അവന്മാര് വണ്ടി കൊണ്ട് വർഷാപ്പിൽ പോയി. ഞാൻ തോട്ടി വീടാ പോയി കിടന്ന് ഉറക്കച്ചാ. ശരി നാളെ ഈ പഠിക്കൊന്നും പോട്ടെ. രാവിലെ പോയാൽ മതി. എന്തായാലും എന്റെ വണ്ടികളെല്ലാം വർഷാപ്പിലായി. സകല വണ്ടി വർഷാപ്പിലായി. ബുള്ളറ്റ് പിടിച്ചാ? ബുള്ളറ്റ് ഇന്ന് ഒരാള് അവിടെ സൈഡിൽ കൊണ്ടുവച്ചു. പിക്കപ്പ് കൊണ്ട് തിരിച്ചതാ. തിരിച്ച് തറ തള്ളിയിട്ട്. ഓക്കെ ബൈ. എന്തേലും പറയാനുണ്ടോ? ഇല്ല.